ഡേ 7 ഓഫ് റമദാൻ ചോറ് തേടിയുള്ള യാത്രയിൽ ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് കോർട്ട്യാർഡ് ബൈ മാരിയറ്റ് വിത്ത് ദീസ് പീപ്പിൾ. എടാ സേ ഹായ്. ഇന്നത്തെ ഇഫ്താർ കുറച്ച് ഗ്രാൻഡ് ആക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ എത്തിയിട്ടുള്ളത് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിന്റെ അടുത്തുള്ള കോസ്മിക് ലോഞ്ചിലാണ്. ഇവർ ഇഫ്താറിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് അൺലിമിറ്റഡ് ബഫേ സിസ്റ്റം ആണ്. നല്ല അറബിക് ഡിഷിൽ കുറെ വെറൈറ്റീസ് ഓഫ് ഓപ്ഷൻസ് അവൈലബിൾ ഉണ്ട്. ചിക്കന് വേണ്ട ആൾക്ക് ചിക്കനും ഉണ്ട്, മട്ടന് വേണ്ട ആൾക്ക് മട്ടനും ഉണ്ട്, ഫിഷ് വേണ്ട ആൾക്ക് ഫിഷും ഉണ്ട്. നോമ്പ് തുറക്കാനുള്ള എണ്ണക്കടി ആയാലും ഫ്രൂട്ട്സ് ആയാലും ഡ്രിങ്ക്സ് ആയാലും അതും ഉണ്ട്. പിന്നെ നല്ല അടിപൊളി സ്വീറ്റ്സും. ഫുഡ് സെർവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് അപ്രതീക്ഷിതമായ ഒരാളെ കണ്ടുമുട്ടിയത്. ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. അറിയുന്ന ആൾക്കാർ കമന്റ് ചെയ്തു. ഫുഡിൽ കുറെ ഓപ്ഷൻസ് അവൈലബിൾ ആയതുകൊണ്ട് എന്തെടുക്കണം ഏത് തിന്നണം എന്ന് അറിയാത്തത് കൊണ്ട് കയ്യിൽ കിട്ടുന്നതെല്ലാം വാരിയെടുത്ത് പ്ലേറ്റിലിട്ടു. പിന്നെ ബാങ്കും കൂടി കൊടുത്തപ്പോൾ തിന്നാൻ തുടങ്ങി. തിന്നലോട് തിന്നലായിരുന്നു. നല്ല ഫുഡായിരുന്നു. എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു. ഡൈനിങ് ഏരിയന്റെ ആംബിയൻസും വൈബും നല്ലോണം ഇഷ്ടപ്പെട്ടതുകൊണ്ട് നിസ്കരിച്ച് വന്ന് കുറച്ചു നേരം അവിടെ സ്പെൻഡ് ആക്കി. ശരിക്കും പറഞ്ഞെങ്കിൽ നല്ല റമദാൻ വൈബ്. നോമ്പ് നോക്കി ഇതുവരെ വന്നത് ശരിക്കും പറഞ്ഞാൽ വെറുത്തായി എന്ന് തോന്നി. അങ്ങനെ ഇന്നത്തെ നോമ്പ് പറ അൽഹംദുലില്ലാ. ഭക്ഷണം തന്ന പഠിച്ചൊന്ന് സ്തുതി. ഈ റമദാനിന് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യേണ്ട ഇഫ്താറാണ് എടുത്തത്. ലൊക്കേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നോമ്പ് തുറക്കാനിട വരാം. നല്ല വെർത്താണ്. അപ്പം നാളത്തെ വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ ബൈ. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? മസ്റ്റ് ട്രൈ അല്ലേ?